ബൂട്ടബിൾ USB അഥവാ പെൻഡ്രൈവിൽ നിന്നും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി വെൻഡോയി എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഒരു പെൻഡ്രൈവ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ISO ഫയൽ എന്നിവ ആവശ്യമാണ്. വെൻഡോയി ഡൗൺലോഡ് ചെയ്യാം. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇൻസ്റ്റാളേഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്തതിനു ശേഷം സിപ്പ് ഫയൽ ഡിലീറ്റ് ചെയ്യാം. ISO ഫയൽ തിരഞ്ഞെടുക്കാം. ഏറ്റവും പുതിയ ഉബുണ്ടു ISO ഡൗൺലോഡ് ചെയ്യുകയാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇൻസ്റ്റാളേഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്യാം. പെൻഡ്രൈവ് കണക്ട് ചെയ്ത് വെൻഡോയി ഫോൾഡറിൽ നിന്നും വെൻഡോയി എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. പാസ്വേഡ് നൽകുക. ഇവിടെ പാർട്ടീഷൻ സ്കീം GPT എന്നതും ഡിവൈസുകൾ എന്ന ഭാഗത്ത് ദൃശ്യമാകുന്ന പെൻഡ്രൈവിൻ്റെ പേരും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ പൂർത്തിയായിരിക്കുന്നു. USB-യുടെ പേര് വെൻഡോയി എന്ന് മാറിയതായി കാണാം. ISO ഫയൽ അതിലേക്ക് കോപ്പി ചെയ്യുക. സമാന രീതിയിൽ വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ഒന്നിലധികം ISO ഫയലുകൾ പെൻഡ്രൈവിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ബൂട്ട് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള OS ഇൻസ്റ്റാൾ ചെയ്യുവാൻ തിരഞ്ഞെടുക്കുവാനും സാധിക്കുന്നു. റീസ്റ്റാർട്ട് ചെയ്യാം. BIOS ഓപ്പൺ ചെയ്യാം. BIOSിൻ്റെ പ്രധാന പേജിൽ നിന്നും വലത്തേക്കുള്ള ആരോ കീ ഉപയോഗിച്ച് ബൂട്ട് മെനുവിൻ്റെ പേജിലെത്തുക. താഴേക്കുള്ള ആരോ കീ ഉപയോഗിച്ച് USB ഡിവൈസ് എന്ന വരി സെലക്ട് ചെയ്യുക. സാധാരണയായി ഒരു ഓപ്ഷൻ മുകളിലേക്കും താഴേക്കും മാറ്റുന്നതിനും സേവ് ചെയ്യുന്നതിനും ഉപയോഗിക്കേണ്ട കീകൾ ഏതൊക്കെയാണെന്ന് വലതുവശത്ത് സഹായത്തിനായി നൽകാറുണ്ട്. ഇവിടെ ഫംഗ്ഷൻ F6 കീകളാണ് ഉപയോഗിക്കേണ്ടത്. USB ഡിവൈസ് എന്ന സെലക്ഷൻ ഒന്നാമത്തെ വരിയിലേക്ക് എത്തിക്കുക. സേവ് ചെയ്യുന്നതിനായി ഫംഗ്ഷൻ കീയും F10 കീയും ഉപയോഗിക്കാം. എൻ്റർ അമർത്തി സേവ് ചെയ്യാം. USB-യിൽ നിന്നും ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ആവശ്യമായ OS തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു. ഒരു പെൻഡ്രൈവ് അധികമായി ഉണ്ടെങ്കിൽ ഇങ്ങനെ വെൻഡോയി ഇൻസ്റ്റാൾ ചെയ്ത് ISO ഫയലുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് ഭാവിയിൽ കമ്പ്യൂട്ടർ OSന് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുന്ന അവസരങ്ങളിൽ റീഇൻസ്റ്റാൾ അല്ലെങ്കിൽ റിക്കവറി തുടങ്ങിയവ ചെയ്യുവാൻ ഉപകാരപ്പെടുന്നതാണ്.